നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ, ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അവര് എത്രമാത്രം ഈ ഒരു റിലേഷനിൽ എഫേർട്ട് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ ആഗ്രഹിക്കുന്നുണ്ടോ, അങ്ങനെ ഒരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. എയ്റ്റ് ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്തു നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടാണ്. അവരുടെ ഭാഗത്തു നിന്ന് ഒരു എഫേർട്ട് ഉണ്ടാവുന്നതായിട്ടാണ്. അതായത് അവർ എഫേർട്ട് ഇടുന്നത് അതായത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. അതായത് ഈ റിലേഷൻ ലൈഫ് ലോങ് വേണം എന്നുള്ള രീതിയിലുള്ള ഒരു എഫേർട്ട്, അതായത് ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടാവണം എന്നുള്ള രീതിയിലുള്ള ഒരു എഫേർട്ട് നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്തുനിന്ന് ഈ റിലേഷന് വേണ്ടിയിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. ആ രീതിയിൽ തന്നെയാണ് അവർ ഈ റിലേഷനെ കാണുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ദ ഹെർമിറ്റ് കാർഡാണ്. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പില് അവര് ചില സമയത്ത് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം, ഫ്യൂച്ചറിലെ ഈ റിലേഷൻ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവര് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ലെവലിലോട്ട് ഈ റിലേഷൻ കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഒരു പോസിറ്റീവ് റിലേഷൻ ആക്കി ഇതിനെ കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിലാണ്. അവർക്ക് അത്രയും ഈ റിലേഷന്റെ കാര്യത്തിൽ അവർ ഡീപ്പായിട്ട് ആലോചിക്കുന്നുണ്ട്. ഈ റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് അവരുടെ മനസ്സിലുണ്ട് എന്നാണ് കാണിക്കുന്നത്. 5 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ഇമോഷണലി പല സമയത്തും അതായത് ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഒരു സാമ്പത്തികമായിട്ടുള്ള ലോസ്, അല്ലെങ്കിൽ അവർ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ പോകുന്ന സിറ്റുവേഷൻ, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മ പലപ്പോഴും, അല്ലെങ്കിൽ ഒരു ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ ഡൗൺ ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരൊന്ന് വീക്കായി പോകുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ റിലേഷനെ ബാധിക്കുന്നുണ്ടാവാം. കരിയറിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ അവർ കുറച്ച് ഡെസ്പായി പോകുന്ന സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. 6 ഓഫ് വാൻസ് എനർജിയാണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ്, ആ രീതിയിലാണ് അവർ ഈ റിലേഷനെ കാണുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരു റീയൂണിയൻ, ഒരു എന്താ പറയാ, രണ്ട് ഫാമിലിയും അംഗീകരിച്ച ഒരു മാരേജ് എന്നുള്ള രീതിയിൽ, അങ്ങനെ ഈ റിലേഷനിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് വേണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. 8 ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ ഈ പേഴ്സൺ ഈ റിലേഷനിൽ ചില സമയത്ത് അവര് ഇമോഷണലി ഡൗൺ ആയിട്ട് ഈ റിലേഷനിൽ എഫേർട്ട് ഇടാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളിലോട്ട് കൂടുതൽ ഇൻവോൾവ്ഡ് ആവാതെ മാറി നിൽക്കുന്നുണ്ടാവാം. അത് അവരുടെ മാനസികമായിട്ടുള്ള സിറ്റുവേഷനും, അല്ലെങ്കിൽ അവരുടെ കരിയർ, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അവരിങ്ങനെ ഒരു അകൽച്ച കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇമോഷണലി ഒന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. 9 ഓഫ് കപ്സ് എനർജിയാണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു ലൈഫ് എന്ന് പറയുന്നത് അവരുടെ ഒരു ആഗ്രഹമാണ്, അവരുടെ ഒരു വിഷാണ്. അവരത്രമേല് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ റിലേഷനിൽ ഒരു സക്സസ് ഉണ്ടാവണം, ഒരു ലൈഫ് ഉണ്ടാവണം, രണ്ടുപേരും ഒന്നിച്ച് ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് അവരുടെ ഒരു ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ ഈ റിലേഷന്റെ കാര്യത്തിൽ ചിന്തിക്കുന്നത് ഇതാണ് എന്ന് കാണിക്കുന്നത്.
4 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങൾക്ക് ഈ റിലേഷന്റെ കാര്യത്തിൽ, അതായത് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടാത്തതിന്റെ ഒരു വിഷമത്തിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും അവിടെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾ ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് ഫംഗ്ഷൻസിന് നിങ്ങൾക്ക് പോകാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിനും ആളുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഇടയ്ക്ക് ഈ റിലേഷനിൽ നിന്നും അകന്നു നിൽക്കുന്നു എന്നുള്ളത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഒരു മാനസികമായിട്ടുള്ള പ്രശ്നത്തിലൂടെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ സൺ കാർഡാണ്. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷനിൽ വരും എന്നുള്ളതാണ്. ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി ഈ റിലേഷനിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. പേജ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഈ റിലേഷൻഷിപ്പ് അവരുടെ ആത്മാവിനോട് ചേർത്ത് അവർ വെക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സോളിനോട് ചേർത്ത് നിർത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അത്രയും അവർ ഡീപ്പായിട്ട് ഈ റിലേഷൻ അവരുടെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരത് ഒരിക്കലും വിട്ട് കളയില്ല എന്നുള്ള രീതിയിലാണ് ഈ റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ഈ റിലേഷനിൽ അവരുടെ കൂടെ ഈ ലൈഫ് ലോങ് ഈ ഒരു കണക്ഷൻ വേണം എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. തിങ്കിങ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ, അതായത് നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന നല്ല നല്ല മൊമെന്റ്സ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അവരത്രയും എപ്പോഴും നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ മനസ്സിലൂടെ വന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. മിസ് യു എന്നാണ് കാണിക്കുന്നത്. അവർ നിങ്ങളിപ്പോൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ വരുന്നുണ്ട്. അവര് നിങ്ങളുടെ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തിങ്കിങ് എന്നാണ് കിട്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. അവരുടെ ലൈഫിൽ നിന്ന് എന്തോ നഷ്ടപ്പെട്ട ഒരു ഫീലിംഗിലാണ് അവരിപ്പോഴുള്ളത് എന്നാണ് കാണിക്കുന്നത്. സൂൺ എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ ഇതൊരു മാരേജ് സിറ്റുവേഷൻ നടക്കുന്നതായിട്ടുള്ള ഒരു പിക്ചറാണ് കേട്ടോ അവിടെ. അതായത് എത്രയും പെട്ടെന്ന് ഈ റിലേഷനിൽ ഒരു റീയൂണിയൻ ഉണ്ടാവുകയും ഇതിലൊരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് മുന്നോട്ട് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത്. പ്രൊട്ടക്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിലോട്ട് പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അവര് ലൈഫ് ലോങ് ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിന്റെ. ലെറ്റ് ഗോ എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു ലെറ്റ് ഗോ മൈൻഡിലാണ് നിൽക്കേണ്ടത് എന്നാണ് കാണിക്കുന്നത്. ഇതിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് മുന്നോട്ട് ക്രിയേറ്റഡ് ആവും എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ നിൽക്കാതെ റിലേഷന്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങളൊരു ഫ്രീ മൈൻഡഡ് ആയിട്ടുള്ള ഈ ഒരു പേഴ്സണുമായിട്ടുള്ള കണക്ഷനെ നിങ്ങളൊരു ലെറ്റ് ഗോ ചെയ്ത് വിടുക എന്നുള്ളതാണ്. യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക നിങ്ങൾ എല്ലാ കാര്യങ്ങളും. ഓക്കെ, പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് കാണിക്കുന്നത്. പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഈ റിലേഷന്റെ കാര്യത്തിൽ മുന്നോട്ട് ക്രിയേറ്റഡ് ആവും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് കാണിക്കുന്നത്. അടുത്ത ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ റിലേഷനിൽ ചേഞ്ചസ് കണ്ടു തുടങ്ങും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ വരും എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ എം, രോഹിണി, 1988, അവിട്ടം, പൂയം, തൃക്കേട്ട, ലെറ്റർ വൈ, ലെറ്റർ യു, ലെറ്റർ ബി, ജൂൺ,
1987 തിരുവോണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.